കഴിഞ്ഞ 10 വർഷക്കാലത്തെ മുഴുവൻ PSC പരീക്ഷകളും പുനർനിർണ്ണയം ചെയ്യണമെന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സിൻ്റെ കീഴിലുള്ള എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിസർച്ച് ഓഫീസർ തസ്തികയിലാണ് അടുത്ത ഗുരുതരമായ ക്രമക്കേട് കണ്ടുപിടിക്കുന്നത്. പരീക്ഷയുടെ നിലവാരം കുറഞ്ഞത് 100-ൽ 54 ചോദ്യങ്ങൾക്കും ഉത്തരം ബി ആയതും അട്ടിമറി സംശയിക്കുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾ ഒരു വലിയ തരികൾ കാണിച്ചിട്ടുണ്ടോ എന്ന് ബലപ്പെടുന്നു. അത് കൃത്യമായി ഉദ്യോഗാർത്ഥികൾ വളരെ വലിയ പ്രശ്നമാണുള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും ഓപ്ഷൻ ബി ഉത്തരമായി വരുന്ന രീതിയിലാണ് ഉത്തരസൂചി തയ്യാറാക്കിയതെന്നും പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് PSC അവിടെ ചെയ്യുന്നത്? ശമ്പളം കൂട്ടിക്കൊടുത്തു, നല്ല അലവൻസ് എല്ലാം കിട്ടിയല്ലോ, പക്ഷേ നിങ്ങൾ അവിടെ ഇരുന്ന് എന്താ ചെയ്തത്? അതെങ്ങനെയാണ്? യാതൊരു യോഗ്യതയും മാനദണ്ഡമില്ലാതെ കുത്തിത്തിരികിയില്ലേ മെമ്പർമാരെ കുറേ? അതല്ലേ ഈ കാണുന്ന എല്ലാ അബദ്ധങ്ങളും. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പിൻ്റെ റിസർച്ച് ഓഫീസ് പക്ഷേ വിജ്ഞാപനം വന്ന നാൾ മുതൽ PSCയുടെ ഭാഗത്ത് ഉണ്ടായത് അടിമുടി വീഴ്ചകളാണ്. 2025 ഒക്ടോബർ 30-നാണ് വിജ്ഞാപനം വന്നത്. 26 മാർച്ച് 24-ന് പരീക്ഷയുടെ സിലബസ് പ്രസിദ്ധീകരിച്ചു. മുൻ തവണകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കൊമേഴ്സ് ബിരുദാനന്തര ബിരുദമുള്ളവർക്കും എഴുതാമായിരുന്നു, പക്ഷേ കൊമേഴ്സ് ഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതെങ്ങനെയാണ്? കൊമേഴ്സ് ഉള്ളവർക്ക് പരീക്ഷ എഴുതാം, പക്ഷേ കൊമേഴ്സ് സിലബസിലില്ല. പരാതി നൽകലും ഫലം കാണാതെ വന്നിട്ട് കൊമേഴ്സ് പശ്ചാത്തലമുള്ള പലരും പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയതുമില്ല. കൺഫർമേഷൻ വിൻഡോ അടച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് കഷ്ടിച്ച് 2 മാസം മാത്രം ശേഷിക്കെ കൊമേഴ്സ് വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി PSC പുതുക്കിയ സിലബസ് പ്രസിദ്ധീകരിച്ചു. സാധാരണ സിലബസ് പ്രസിദ്ധീകരിച്ച ശേഷം 90 ദിവസങ്ങളിൽ പഠിക്കാൻ സാവകാശം നൽകുന്നതാണ്. ഇവിടെ പഠിക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാത്തത് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. ജൂൺ 18-നാണ് പരീക്ഷ നടന്നത്. ബിരുദാനന്തര ബിരുദ അടിസ്ഥാന യോഗ്യതയായി വേണ്ട ഗസറ്റ് തസ്തികയിലേക്കുള്ള പരീക്ഷയാണത്. പക്ഷേ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് +2 നിലവാരം പോലും ഇല്ലെന്ന് ഉദ്യോഗാർത്ഥികൾ ഒരു സ്വകാര്യ അക്കാഡമിയുടെ റാങ്ക് ഫയലിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ പകർത്തിയതാണ്. ഇത് അതാത് വിഷയങ്ങളിലുള്ള വിദഗ്ധരല്ലെന്നും സിലബസ് നൽകിയാൽ ChatGPT തയ്യാറാക്കി നൽകുന്നതിന് സമാനമായുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതെന്നുള്ള അടുത്ത പരാതിയാണ്. എന്തൊരു രസമാണ് PSC കഴിഞ്ഞ ഉത്തരസൂചി പ്രസിദ്ധീകരിച്ചതോടെ പരീക്ഷയിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയം ഇരട്ടിച്ചു. ആകെയുള്ള 100 ചോദ്യങ്ങളിൽ 54 എണ്ണത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൊമേഴ്സിൽ നിന്നുള്ള 25 ചോദ്യങ്ങൾ 17 എണ്ണത്തിനും സ്റ്റാറ്റിസ്റ്റിക്കിലെ 25 ചോദ്യങ്ങളിൽ 16 എണ്ണത്തിനും ശരിയുത്തരം ഓപ്ഷൻ ബി തന്നെയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? നിലവിലെ റാങ്ക് ലിസ്റ്റുകളിൽ അവസാനിക്കാൻ സമയമാക്കി നിൽക്കെ തിരക്കിട്ടാണ് പരീക്ഷ നടത്തിയത്. ആരെയെങ്കിലും ഉൾപ്പെടുത്താൻ ആണോ എന്ന സംശയത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. പുനർപരീക്ഷ ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ തുടങ്ങിയതാണ്. പ്ലാനിംഗ് ബോർഡായി, റിസർച്ച് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റായി, സ്റ്റാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റായി, റിസർച്ച് ഓഫീസർ വിഷയമായി, ലാ കോളേജിലെ പ്രൊഫസർമാരുടെ വിഷയമായി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിഷയമായി, അങ്ങനെ ഓരോ വിഷയങ്ങളിലും വളരെ കൃത്യമായ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇത് എന്താണ് ഈ സംസ്ഥാനത്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരു പിടിയുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വളരെ വലിയ ഉത്തരവാദിത്വമില്ലായ്മയാണ് കാട്ടിക്കൂട്ടുന്നത്. PSC വിവരമില്ലാത്തവരുണ്ട് അവിടെ ഇരിക്കുന്നതാണോ, അതോ വിവരക്കേട് കാണിക്കുന്നതാണോ, അതോ വേണ്ടപ്പെട്ട ആളുകളെ ഇതിനകത്തേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണോ, എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും വളരെ വലിയ ഒരു പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. PSCയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് PSC പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ വിവരങ്ങൾ കേൾക്കുന്നത്. ഒന്നുകിൽ ഒരു SIT അന്വേഷണം വെക്കുക, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം വെക്കുക. ഏറ്റവും നല്ലതൊരു CBI അന്വേഷണം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുംഭകോണമൊക്കെ നടക്കുന്നത് ധാരാളമായി വരുന്നതുകൊണ്ട്, തുടർച്ചയായി വരുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ അന്വേഷണം PSCയുടെ പുറത്ത് നടക്കേണ്ടതുണ്ട്. അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.